ഹായ് ഗൈസ്, ഒരു 7 വർഷം മുമ്പ് വരെയൊക്കെ എൻ്റെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരുന്നൊരു പ്രശ്നമായിരുന്നു വെള്ളം. അതായത് വാട്ടർ ടാങ്കിൽ നിറഞ്ഞിട്ട് വെള്ളം താഴെ വീഴും, ഓഫ് ചെയ്യാൻ മറന്നിട്ട് വെള്ളമൊക്കെ നിറഞ്ഞ് അയൽവക്കത്തെ ചേച്ചിമാരൊക്കെ വന്നിട്ട് പറയാം അമ്മോട്, അതായത് ഓഫ് ഈ വെള്ളം നിറഞ്ഞു പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതേമാതിരി ഇത് ഓണാക്കാൻ മറക്കും ചില സമയത്ത്. അപ്പോൾ നമ്മൾ കറണ്ടൊക്കെ പോകുന്ന ടൈമിലേക്ക് ഇത് ഓർക്കണം, ഈ മോട്ടർ അടിച്ചില്ലെന്ന്, അപ്പോൾ വെള്ളം ഉണ്ടാവില്ല. അങ്ങനെ ചിലപ്പോൾ രാത്രി കറണ്ടൊക്കെ വന്നില്ലെങ്കിൽ അന്ന് വെള്ളം ഇല്ലാണ്ട ഒരവസ്ഥ, അങ്ങനെ പല പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരം ഞാൻ 7 വർഷം മുമ്പ് ഫിറ്റ് ചെയ്തൊരു സാധനം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു. നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കാം ഒരു പക്ഷേ എൻ്റെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഗുണവും ദോഷം എന്തൊക്കെയുണ്ടെന്നുള്ളതാണ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് എടുക്കാം. അപ്പോൾ എന്താണ് ഈ സാധനം എന്നുള്ളത് ആദ്യം ഞാൻ കാണിച്ചത്. അപ്പോൾ ഈ ഒരു ബോക്സിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് ഈ ഇങ്ങനത്തെ ഒരു യൂണിറ്റ്, ഇതൊരു വെയിറ്റാണ്. പിന്നെ ഈ ഒരു സാധനം, ഇത് രണ്ടുമാണ് ഇതിൽ മെയിനായിട്ടുള്ള ഐറ്റംസ് വരുന്നത്. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫ്ലോട്ടിംഗ് ആണ്. നമ്മുടെ സെൻസർ ടൈപ്പ് സംവിധാനങ്ങളൊന്നുമല്ല, ഫ്ലോട്ടിലാണ് ഓണും ഓഫും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഹോൾ ഉണ്ട്, ഈ ഹോളിൽ കറക്റ്റ് വയർ കയറ്റുന്നതാണ്. അതനുസരിച്ച് ഇതിൻ്റെ സ്ക്രൂ ഉണ്ട്, വയർ കയറ്റി ടൈറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ടാങ്കിൻ്റെ സെൻറ്റർ പോർഷനിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവിടുന്ന് ഇത് ഇങ്ങനെ വർക്ക് ഇങ്ങനെയും പോവും. ഇത് സെൻട്രൽ വെയിറ്റ് നമുക്ക് ഏത് ലെവലിലാണ് വേണ്ടത് ആ ലെവലിൽ ഇത് വെയിറ്റ് അഡ്ജസ്റ്റ് ഇട്ടിട്ട് പിന്നെ അതുമേന്ന് ഇത് വർക്ക് ചെയ്യുകയാണ് ചെയ്യണത്. അത് ഞാൻ ടാങ്കിൽ കാണിച്ചു തരാം. നമ്മുടെ മോട്ടർ ഇരിക്കുന്നത് കിണറിൽ തന്നെ ഉണ്ട്. ഇത് നമ്മുടെ സാധാരണ ഒരു മോട്ടറാണ്, 1 HP ഒരു മോട്ടറാണ്. അപ്പോൾ ഡയറക്റ്റ് ഇതിൽ നിന്ന് പോയേക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഫേസും ന്യൂട്രും ഡയറക്റ്റ് വന്ന് ഇത് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ത്രൂ ഔട്ട് ഓണാണ് മോട്ടർ. അപ്പോൾ ഇതിൻ്റെ ലൈൻ കൊടുത്തേക്കുന്നത് എങ്ങനെയാണ് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഇനി മുകളിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ട്, ഇത് നമ്മൾ ഇപ്പോൾ ടാങ്കിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു പൊസിഷനിൽ ഇപ്പോൾ മുകളിൽ നമ്മൾ ഈ ഹോള് വളച്ചിട്ട് ഇത് വയറതി ഉള്ളിൽ കൂടി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഏകദേശം ഈ ഒരു അളവിൽ ഇട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഈ വെയിറ്റ് ഈ ലെവലിൽ കിടക്കും. എന്നിട്ട് ഇത് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ ഇത്ര വന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും മോട്ടോർ കട്ട് ഓഫ് ആവും, വെള്ളം തീർന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഓണാവും. അതാണ് ഇതിൻ്റെ സംവിധാനം. പക്ഷേ ഞാൻ ഇതേമാതിരി ഇത്ര സെൻറ്ററിലല്ല കൊടുത്തേക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വെള്ളം തീർന്ന് കഴിയുമ്പോൾ മോട്ടോർ ഓൺ ആവുള്ളൂ. അപ്പോൾ അത്രയും നമുക്ക് ചിലപ്പോൾ ഇടയ്ക്ക് കറണ്ടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും പ്രശ്നമാണ്. അപ്പോൾ ഞാനത് ഏകദേശം ഈ ഒരു ലെവലിൽ ഇത്രയും ചുരുക്കിയിട്ട് ഈ ഒരു ലെവലിലാണ് ഉള്ളിലിട്ടേക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ട് ഇത്ര നമ്മളത്തേക്ക് ഓണാവും. അപ്പോൾ ഇത്രയും അര ടാങ്ക് വെള്ളം എപ്പോഴും ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ കൂടുതലാക്കി കിട്ടുന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം തീർന്ന് കഴിയുമ്പോഴത്തേക്കായിരിക്കും ഓണാവുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കറണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അടയിൽ ഓണായില്ലെന്ന് വരും, വെള്ളമില്ലാണ്ടുള്ളൊരു ബുദ്ധിമുട്ട് വരും. ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഇത് ആ വെള്ളത്തിൻ്റെ കളറൊക്കെ പിടിച്ചിട്ട് ടാങ്കിൽ കണ്ടത് വെള്ളം ക്ലിയറാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിലും ആ അഴുക്ക് കിണറ്റിലെ വെള്ളം ആയതുകൊണ്ട് അഴുക്ക് വന്നിട്ട് ഇങ്ങനെ പിടിച്ച് ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സംവിധാനം. അപ്പോൾ ഇത്രയും ലെങ്ത് ഞാൻ ഇട്ടിട്ടുള്ളൂ. ഉണ്ട്, ഈ ഒരു ലെങ്ത് ഞാൻ ഇട്ടിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ലെങ്ത് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് വെള്ളം തീർന്ന് കഴിയുമ്പോൾ ഓണാവുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കിടക്കും, ആ വെയിറ്റിൻ്റെ അനുസരിച്ച് ഇതിങ്ങനെ പൊങ്ങി വന്നിട്ട് സംഭവം ഓണാവും. അപ്പോൾ അത്രയുള്ള സംവിധാനം. അപ്പോൾ ഇത് ഞാൻ ഓണാക്കി കാണിച്ചത്. ഇപ്പോൾ ഞാൻ വെള്ളം മോട്ടർ ഓഫ് ചെയ്തിട്ടേക്കാണ്. കാരണം കണ്ട നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മോട്ടർ ഓഫ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിൽ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ ഓണാക്കി കാണിച്ചു തരാം. ഇപ്പോൾ അടിയിൽ സ്വിച്ച് ഓണാക്കി അപ്പോൾ വെള്ളം വീണ് തുടങ്ങി. എന്നിട്ട് ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ഇത് മുകളിലേക്കൊക്കെ ഇപ്പോൾ ഓഫായി. നമ്മളത് താഴത്തോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ഓണാവും. മനസ്സിലാവും. അത് താഴത്തോട്ടിപ്പോൾ വീണ്ടും ഓണായി. അപ്പോൾ ഇതാണ് സംവിധാനം. അപ്പോൾ വെള്ളം വരണതനുസരിച്ച് ഫ്ലോട്ട് പൊങ്ങി മുകളിൽ വരും, അപ്പോഴത്തേക്കും കട്ട് ഓഫ് ആവും. ഇത്ര തന്നെ പോകുമ്പോഴത്തേക്കും ഓണാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഫുള്ള് താഴ്ത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞാൽ ഫുൾ ടാങ്ക് തീരുമ്പോഴായിരിക്കും ഓണാവുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ലാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്ര ഉള്ള അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ഇതിൻ്റെ ലൈൻ കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ 3 ലൈനാണ് വന്നിരുന്നത്. ഒരു റെഡ്, ഒരു ബ്ലാക്ക്, ഒരു ബ്ലൂ, 3 വയർ വന്നിട്ടുണ്ട്. ഞാനിത് തന്നെയാണ് ഫിറ്റ് ചെയ്തത്. ഇലക്ട്രീഷ്യന്മാരൊന്നും വിളിച്ച് ഫിറ്റ് ചെയ്തല്ല, നമുക്കറിയാവുന്ന നോളജൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ നമ്മൾ സ്വിച്ചിൽ നിന്ന് ഒരു ഫേസ് പോകുന്നു, നമ്മൾ ആ ഫേസ് ഡയറക്റ്റ് മോട്ടറിലേക്ക് കൊടുക്കുന്നു. ന്യൂട്രൽ ലൈൻ നേരെ കൊണ്ടുവന്നിട്ട് മുകളിലേക്ക് 2 വയർ കൊണ്ടുവന്നിട്ട് ന്യൂട്രൽ ലൈൻ വന്ന ലൈൻ നമ്മുടെ ഈ റെഡ് ലൈനിലോട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതിൽ നിന്ന് പോകുന്ന ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ നമുക്ക് ആവശ്യമില്ല. കാരണം അതിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവിടെ അടിയിൽ വരുമ്പോഴേക്കും ഓണാവുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഓണാകുമ്പോഴത്തേക്കും ലൈൻ വരുന്നതാണ് ബ്ലാക്കിലോട്ട്. നേരെ മറിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്കും മുകളിൽ വന്നിട്ട് ഓണാകുമ്പോഴത്തേക്കും ലൈൻ വരുന്നതാണ് ബ്ലൂവിൽ.
അതാണ് ഇതിൽ ആ ബ്ലൂവും ബ്ലാക്കും വയർ വന്നിരിക്കുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഫ്ലഡിങ് കാര്യങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അറിയാൻ വെള്ളത്തിൻ്റെ ലെവൽ കൂടിയത് അറിയാൻ വേണ്ടിയിട്ട് അത് നമ്മൾ മുകളിൽ വരുമ്പോൾ ഓണാവേണ്ട ആവശ്യം വരുന്നുള്ളൂ. നമുക്ക് എപ്പോഴും താഴെ ചെല്ലുമ്പോഴാണ് ഓണാവേണ്ട ആവശ്യം വരുന്നത്. മുകളിൽ വരുമ്പോൾ ഓഫ് ആവാണ് നമുക്ക് വേണ്ടത്. അപ്പം താഴെ വരുമ്പോഴത്തേക്കും ഇത് ഓൺ ആകുമ്പോഴത്തേക്കും ലൈൻ ബ്ലാക്കിൽ കൂടെ വരുന്നത്. അപ്പോൾ നമ്മൾ റെഡിൽ ലൈൻ കൊടുക്കുന്നു, ബ്ലാക്കിൽ നിന്ന് ഔട്ട് എടുക്കുന്നു. ആ ഔട്ട് എടുക്കുന്ന ലൈൻ നേരെ മോട്ടറിലേക്ക് ഇടുകയാണ് ചെയ്യണത്. അപ്പോൾ 7 വർഷമായി ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇതുവരെയായിട്ട് എനിക്ക് യാതൊരു പ്രശ്നങ്ങളോ ഒരു കംപ്ലയിൻറ്റ് പോലും ഇതിൽ വന്നിട്ടില്ല ഇത്ര നാളായിട്ട്. നിങ്ങൾക്ക് അത് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ എങ്കിൽ പലരും ഇപ്പോൾ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യൻ, നമ്മുടെ വർക്കുകളൊക്കെ ചെയ്യുന്ന ഇലക്ട്രീഷ്യൻ ഉണ്ട്. അപ്പോൾ അവൻ തന്നെ പറഞ്ഞതും ഇതിൽ അപകടമുണ്ട്. അതായത് ഇത് പൊട്ടോ പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറണ്ട് ചിലപ്പോൾ വന്ന് ലീക്കായി നമ്മുടെ പൈപ്പിലൊക്കെ വെള്ളത്തിൽ കൂടി നമുക്ക് ഷോക്ക് കിട്ടും എന്നൊക്കെ ഇതൊക്കെ പറഞ്ഞു. സാധ്യത വളരെ കുറവാണ്. ഇത് പൊട്ടാൻ ചാൻസ് കുറവാണെങ്കിൽ അതിൻ്റെ ഉള്ളിലും നല്ല സേഫ്റ്റിയിലായിരിക്കുമല്ലോ അവർ ചെയ്തിരിക്കുന്നത്. ഇനി അഥവാ അങ്ങനെ ആണെങ്കിൽ പോലും ELCB എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ട് നമ്മളുടെയൊക്കെ വീട്ടിൽ. ഇനി അതില്ലാത്തൊരു ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു ELCB കണക്ഷൻ, ഒരു 30 ആംസിൻ്റെ ELCB കൂടി കണക്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ വെള്ളത്തിൽ ഒരു കറണ്ട് ചെല്ലുവാണെങ്കിൽ അപ്പം തന്നെ ELCB കട്ടായി പോയിക്കോളും. അപ്പോൾ നമുക്ക് ഷോക്കിൽ കിട്ടുന്നതിൻ്റെ ഒരു സാധ്യത പോലും ഇല്ല. ഇനി അതും അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു നിങ്ങളുടെ അടുത്തുള്ള ഇലക്ട്രോണിക്സ് ഒക്കെ ചെയ്യുന്നവരോട് പറയുവാണെന്നുണ്ടെങ്കിൽ അവരൊരു സംഭവം ചെയ്തു തരും. അതായത് ഒരു AC DC ആക്കുന്ന ഒരു കൺവെർട്ടറും പ്ലസ് ഒരു റിലേയും കൂടി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ, അതായത് ഡയറക്റ്റ് ഇതിൽ AC വന്നാലാണ് ഈ പ്രശ്നമൊക്കെ വരുന്നുള്ളൂ. DC വന്ന് കട്ട് ഓഫ് ആയിട്ട് മറ്റേ ലൈൻ ബാക്കി തിരിച്ചു പോകുന്ന രീതിയിലോട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ AC DC ആക്കി നമ്മൾ ഇതിൽ കൊണ്ടുവന്ന് കട്ട് ഓഫും കറക്റ്റ് ചെയ്ത് വർക്ക് ചെയ്യിച്ചിട്ട് തിരിച്ച് നമുക്ക് മോട്ടറിലേക്ക് AC ലൈൻ തന്നെ കയറ്റി വിടുന്ന സംവിധാനമാണ് റിലേയും. അത് അവരോട് ഇലക്ട്രീഷ്യന്മാരോട് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഒക്കെ ചെയ്യുന്നവർ, TV ഒക്കെ റിപ്പയർ ചെയ്യുന്ന അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തു തരും. അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് നടത്തുന്നവരോ അവരൊക്കെ ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കിയാലും മതി. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ വില വരുന്നത് വേറെ 700 രൂപയുള്ളൂ. ഞാൻ അന്ന് മേടിച്ചപ്പോൾ 600 രൂപ മറ്റായിരുന്നു. ഇപ്പോൾ 700 രൂപ, 800 MRP 700 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇത് മാർക്കറ്റിൽ മിക്ക കടകളിലൊക്കെ ലഭ്യമാണ്, ഇലക്ട്രിക്കൽ ഷോപ്പിലൊക്കെ. ഇനി അഥവാ നിങ്ങളുടെ അടുത്തൊന്നും കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ടെന്നാണ് ചേട്ടനോട് പറഞ്ഞിട്ട്. അപ്പോൾ ആ പുള്ളിയോട് ഞാൻ ചോദിച്ചപ്പോൾ കൊറിയർ അയച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയുടെ നമ്പർ, റോസ് ഇലക്ട്രിക്കൽസ് ആണ്. അപ്പോൾ ആളുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, സ്ക്രീനിൽ വേണമെങ്കിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആളെ വിളിച്ചാലും ആൾ അയച്ചു തരുന്നുണ്ട്. എവിടെയാണെങ്കിലും കൊറിയർ അയച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഇത് കിട്ടും. സംഭവം അടിപൊളിയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വെള്ളം വെറുതെയൊക്കെ പോകണം. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലൊക്കെ കാണാറുണ്ട്, നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് മോട്ടോർ ഓഫ് ചെയ്യുന്ന പറഞ്ഞത്. ഇവിടെ പണ്ട് അങ്ങനെ ഒരു 7 വർഷം മുമ്പ് അത് സ്ഥിരമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം കിട്ടുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ സംഭവം 3000-1500 രൂപ മുടക്കിയ സെൻസറും കാര്യങ്ങളൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട്. അത്രയും പൈസ മുടക്കാനില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഞാനീ പറഞ്ഞത് എനിക്ക് അറിയാവുന്ന പരിമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ടാണ്. ഞാൻ അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. പറഞ്ഞതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വേഗം ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത്. അപ്പോൾ നല്ലൊരു കണ്ടൻറ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. അവരൊക്കെ എല്ലാവർക്കും ബൈ.